അങ്ങനെ ഞങ്ങളുടെ വീട്ടിലും ചക്കപ്പഴത്തിൻ്റെ കാലമായി. നല്ല പഴുത്ത ചക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കരുതി ചക്ക പ്രഥമൻ ഉണ്ടാക്കാമെന്ന്. ചക്ക പായസം. അതിലേക്ക് 5 ശർക്കര ചേർത്തിട്ട് വെള്ളവും ചേർത്ത് നല്ല പോലെ തിളപ്പിച്ച് മെൽറ്റാക്കി എടുക്കുകയാണ്. ഈ സമയം ഞാൻ ചക്കപ്പഴം കുരു കളഞ്ഞ് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ശർക്കര എല്ലാം മെൽറ്റായി. പാവും ഒന്നും നോക്കുന്നില്ല. മെൽറ്റായതിന് ശേഷം അതിലേക്ക് അരച്ചെടുത്ത ചക്കപ്പഴം ചേർക്കുകയാണ്. പേസ്റ്റ് പോലൊന്നും അരച്ചെടുത്തിട്ടില്ല കേട്ടോ. ഇനി ഇപ്പോൾ തിളയൊക്കെ വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വെള്ളവും ഉപ്പും ചേർത്ത് നല്ലപോലെ വേവിച്ചെടുക്കാം. ഞാനിവിടെ തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. നല്ലപോലെ അരിച്ചെടുത്ത തേങ്ങാപ്പാലാണ്. ഇനി അതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർക്കുന്നുണ്ട്. മിക്സ് ചെയ്തതിന് ശേഷം തേങ്ങാപ്പാലും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുന്നുണ്ട്. മിക്സ് ചെയ്യുമ്പോൾ മാക്സിമം ഒരേ ഡയറക്ഷനിൽ മിക്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇത് നല്ലപോലെ തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല നെയ്യിൽ തേങ്ങാക്കൊത്തും മുന്തിരിയും ചേർത്ത് നമ്മുടെ പായസത്തിൻ്റെ മേലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ കാഷ്യൂനട്ടൊന്നും ഉപയോഗിക്കുന്നില്ല. നെയ്യിലേക്ക് ആദ്യം തേങ്ങാക്കൊത്ത് ചേർക്കുകയാണ്. നല്ലൊരു ബ്രൗണിഷ് കളറാവുമ്പോൾ നമ്മുടെ ഉണക്കമുന്തിരിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പായസം തിളച്ച് വന്നിട്ടുണ്ട്. ഇവിടെ ബ്രൗൺ കളറിൽ നമ്മുടെ തേങ്ങാക്കൊത്തും വറുത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് നമ്മുടെ മുന്തിരി ചേർത്ത് കൊടുക്കാം. കാഷ്യൂ ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് ചെയ്യാം. ഞാനിവിടെ അതിൻ്റെ ഒരു തനത് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് തേങ്ങാക്കൊത്തും അതുപോലെ മുന്തിരി മാത്രം ചേർക്കുന്നത്. നല്ല നെയ്യിൽ വറുത്തെടുത്ത നല്ല സ്മെല്ലുള്ളതാണിത്. ഇത് നമുക്ക് വറുക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. നല്ല സ്മെല്ലൊക്കെ വരും. നമ്മുടെ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ നെയ്യടക്കമുള്ള തേങ്ങാക്കൊത്തും മുന്തിരിയും പായസത്തിന് മേലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ആവശ്യാനുസരണം നമുക്ക് എടുത്ത് ഉപയോഗിക്കാം. നല്ല ടേസ്റ്റുള്ളതാണ്. എല്ലാവരും ട്രൈ ചെയ്യും.